ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മല്ലൂസ് കുക്കിംഗ് ഹട്ടിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ചിക്കൻ ഫിംഗേഴ്സ് ആണ്. സിമ്പിളായിട്ട് തന്നെ എന്നാൽ നല്ല രുചികരമായിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ചിക്കൻ ഫിംഗേഴ്സ് എങ്ങനെയാണ് വീട്ടിൽ തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ചിക്കൻ ഫിംഗേഴ്സ് തയ്യാറാക്കാനായിട്ട് ഞാൻ 250 ഗ്രാം അളവിൽ ചിക്കൻ എടുത്തിട്ടുണ്ട്. എല്ലില്ലാത്ത ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്കൊരു മിക്സർ ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതും 1 ടീസ്പൂൺ അളവിൽ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഒന്ന് ചേർത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു പരുവത്തിലൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അരച്ചെടുത്തിട്ടുള്ള ചിക്കൻ നമുക്ക് ഒരു ബൗളിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കോൺഫ്ലോർ ആണ്. ഞാൻ 2 സ്പൂൺ അളവിൽ കോൺഫ്ലോർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഈ കോൺഫ്ലോറും ചിക്കനും ഒക്കെ നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തതിന് ശേഷം പിന്നെ നമുക്കിതൊന്ന് ഷേപ്പാക്കി എടുക്കണം. നമ്മളിതിലേക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. വെള്ളമൊന്നും ചേർക്കാതെ തന്നെ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഇപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിനി നമുക്ക് ഷേപ്പാക്കി ഒന്ന് എടുക്കണം. അപ്പോൾ അതിനായിട്ട് കയ്യിൽ ഒരല്പം എണ്ണ പുരട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറേശ്ശെയായിട്ട് ചിക്കനൊന്ന് എടുത്തതിന് ശേഷം കയ്യിൽ വെച്ചിട്ടൊന്ന് റോൾ ചെയ്തതിന് ശേഷം നമുക്കൊരു ഫിംഗേഴ്സിൻ്റെ ഷേപ്പിലൊന്ന് ആക്കി എടുക്കാം. നമുക്ക് ഏത് സൈസിലാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഈ ഒരു സൈസിലൊന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള എല്ലാ ചിക്കനും ഒന്ന് ഷേപ്പാക്കി ഒന്ന് എടുക്കാം. അതിനുശേഷം നമ്മൾ ഷേപ്പാക്കി എടുത്തിട്ടുള്ള ചിക്കൻ നമുക്ക് ഫ്രൈ ചെയ്യാനായിട്ട് തുടങ്ങാം. അപ്പോൾ ഫ്രൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്കിതൊന്ന് കോട്ട് ചെയ്തെടുക്കണം. അതിനായിട്ട് 4 ബ്രെഡ് ഒന്ന് പൊടിച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 1 മുട്ടയും നന്നായിട്ടൊന്ന് കലക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ഷേപ്പാക്കി വെച്ചിട്ടുള്ള ചിക്കൻ പീസ് ഓരോന്നായിട്ട് എടുത്ത് കലക്കി വെച്ചിട്ടുള്ള ഈ മുട്ടയിലൊന്ന് മുക്കിയതിന് ശേഷം പൊടിച്ച് വെച്ചിട്ടുള്ള ബ്രെഡ് പൊടിയിൽ നന്നായിട്ടൊന്ന് പൊതിഞ്ഞ് എടുക്കാം. ഇപ്പം ഞാൻ ഒരെണ്ണം ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ ഷേപ്പാക്കി വെച്ചിട്ടുള്ള എല്ലാ ചിക്കനും കലക്കി വെച്ചിട്ടുള്ള മുട്ടയിലൊന്ന് മുക്കി ബ്രെഡ് പൊടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് പൊതിഞ്ഞെടുക്കാം. അതിനുശേഷം നമുക്ക് എണ്ണയിലേക്കിട്ടൊന്ന് ഫ്രൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിനായിട്ട് എണ്ണയൊന്ന് ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. എണ്ണ നന്നായിട്ടൊന്ന് ചൂടായതിനു ശേഷം മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ പീസ് ഓരോന്നായിട്ട് എണ്ണയിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ചിക്കൻ പീസൊക്കെ ഒന്ന് എണ്ണയിലിട്ടതിന് ശേഷം നമുക്കിത് ചെറുതായിട്ട് ഇളക്കി കൊടുക്കാം. ഇതുപോലെ ഒന്ന് ഇളക്കി എല്ലാ സൈഡും നല്ലതുപോലൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വരുന്നവരേക്കും ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം. ഇപ്പം നമ്മുടെ ചിക്കനൊക്കെ ഒന്ന് നല്ലതുപോലെ ഒന്ന് വെന്ത് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയം നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള എല്ലാ ചിക്കനും ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം. അപ്പോൾ എന്തായാലും ചിക്കൻ വാങ്ങുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ളൊരു പുറം ക്രിസ്പി ആയിട്ടുള്ളൊരു ചിക്കൻ ഫിംഗേഴ്സ് ആണ്. അപ്പോൾ എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു, ബൈ.